പട്ടികടി ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ റാബീസ് വൈറസ് നമ്മുടെ മുറിവുകളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നാഡീവ്യൂഹത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ 100% മരണം ഉറപ്പാണെന്ന് അറിയാം. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കടിയേറ്റ ഭാഗത്തെ പ്രാഥമിക പരിചരണം. രണ്ടാമത്തത് വാക്സിനേഷൻ. പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാഥമിക പരിചരണത്തിലൂടെ ഏകദേശം 85% മേലെ മരണങ്ങൾ അല്ലെങ്കിൽ റാബീസ് നമുക്ക് തടയാൻ സാധിക്കും, പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത്, കടിയേറ്റ ഭാഗം നേരെ കൊണ്ടുപോയിട്ട് റണ്ണിങ് ടാപ്പ് വാട്ടർ, അതായത് നല്ല ഫോഴ്സിൽ വീഴുന്ന വെള്ളത്തിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ സാധിക്കുന്നത്. ഒരു 15 മിനിറ്റ് കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം അവിടെ ഉണ്ടാകുന്ന റാബീസ് വൈറസുകളെല്ലാം നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് നാഡീവ്യൂഹത്തിലേക്ക് കടക്കുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കുക, നല്ല സോപ്പ് ഉപയോഗിച്ച് നല്ലതായിട്ട് കഴുകുക. അങ്ങനെ കഴുകുന്നതിലൂടെ നമുക്ക് പ്രതിരോധ മാർഗ്ഗം ഏർപ്പെടുത്താൻ സാധിക്കും. വേറൊരാളാണ് കഴുകുന്നത് എങ്കിൽ അദ്ദേഹം കൈകൾ എന്തെങ്കിലും കയ്യുറയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും ഉപയോഗിച്ച് വേണം സോപ്പ് വെച്ചിട്ട് നല്ല ശക്തിയായിട്ട് ആ ഒരു മുറിവിൽ കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അവിടെ സ്പിരിറ്റ് തെൽക്കാം, ആൽക്കഹോൾ സ്പിരിറ്റ് എന്തെങ്കിലും തെൽക്കാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ബിറ്റാഡിനോ അല്ലെങ്കിൽ പോയിഡോണൈഡിനോ ഒക്കെ ഉണ്ടാവും, അത് വേണമെങ്കിൽ നമുക്ക് അവിടെ മേലെ പുരട്ടാം. അതിനുശേഷം എത്രയും പെട്ടെന്ന് അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കുന്നത്. റാബീസിനെതിരെ 2 വാക്സിൻ ഉണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ID വാക്സിൻ, തൊലിപ്പുറത്ത് ഉള്ള വാക്സിൻ. അതല്ലാതെ ഉള്ളത് IM വാക്സിൻ എന്നുള്ളതാണ്, അതായത് മാംസപേശികളിലേക്ക് ഉള്ള വാക്സിൻ. അത് നമ്മൾ കൂടുതലായിട്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ID വാക്സിനാണ് നിങ്ങൾക്കായിട്ടുണ്ടാവുക. അത് നമുക്ക് 4 ഡോസുകളായിട്ടാണ് എടുക്കുന്നത്, അതായത് 0, 3, 7, 28 അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. 4 ഡോസ്. 0 എന്ന് പറയുന്നത് നമ്മൾ എന്നാണോ വാക്സിൻ എടുക്കുന്നത് അതാണ് 0. അതിനുശേഷം 3ാമത്തെ ദിവസമാണ് 2ാമത്തെ ഡോസ് എടുക്കുന്നത്. അതിനുശേഷം ഈ 0ൽ നിന്ന് 7ാമത്തെ ദിവസമാണ് 3ാമത്തെ ഡോസ് എടുക്കുന്നത്. 4ാമത്തെ ഡോസ് 28ാമത്തെ ദിവസവും. ഇങ്ങനെയാണ് നമ്മൾ ആ വാക്സിൻ എടുക്കുന്നത്. ഈ ഡോസുകൾ കൃത്യമായിട്ട് 4 ഡോസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റാബീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേ സമയം IM വാക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കൂടിയുണ്ട്. അത് മാംസപേശികളിൽ എടുക്കുന്ന വാക്സിനാണ്. ഇത് പ്രധാനമായിട്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുക. കാരണം അതിന് കുറച്ചൊരു റേറ്റ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് IM വാക്സിന് ചെറിയൊരു ചിലവുണ്ടാവും. ഒരു ഡോസിന് ഏകദേശം ഒരു 500 മുതൽ 1000 വരെയുള്ള റേറ്റിലുണ്ട്. അപ്പോൾ IM വാക്സിൻ നമ്മൾ എടുക്കുന്നത് 5 ഡോസുകളിലാണ്. 1, 0, 3, 7, 14, 28 അങ്ങനെ 5 ഡോസുകളിലായിട്ടാണ് IM എടുക്കുന്നത്. അപ്പോൾ മുറിവ് നിന്നും ചോര വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മരുന്നും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കേണ്ടതാണ്. നമ്മൾ മുന്നേ റാബീസ് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിലാണ് വീണ്ടും പട്ടികടി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇതേ സമയം അതിൻ്റെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് അതിനുള്ള തെളിവ് വേണം. ഇപ്പം ഈ 3 മാസത്തിനുള്ളിൽ ഈ ഡോസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു രേഖ എന്തായാലും കയ്യിൽ വേണം. ഇനി അഥവാ 3 മാസത്തിന് ശേഷമാണ് പട്ടികടി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2 ഡോസ് എടുത്താൽ മതി. ഇപ്പോൾ ID ആണെങ്കിലും IM ആണെങ്കിലും 2 ഡോസ് മതി. അത് 0, 3 എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അത് 0 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം വാക്സിൻ എടുക്കുക, 3ാമത്തെ ദിവസം 2ാമത്തെ ഡോസ് എടുക്കുക. ഈ 2 ഡോസ് മാത്രം മതി. പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്നേ വാക്സിൻ എടുത്തവർക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ മരുന്ന് പിന്നീട് ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ആവശ്യം അവർക്കില്ല.